Section 3.3 Homogeneous linear equations with constant coefficients. അതിലാദ്യമായിട്ട് auxiliary equations. Consider the second order differential equation a y double dash plus by dash plus cy is equal to 0. ഇതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ, കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഉള്ളത്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ വരും. y ഡബിൾ ഡാഷിന് പകരം എം സ്ക്വയർ ആക്കുക, പ്ലസ് ബി അതുപോലെ y ഡാഷിന് പകരം എം ആക്കുക, പ്ലസ് സി. വൈ ഇടേണ്ട ആവശ്യമില്ല, സി. ഇതെങ്ങനെ വന്നു എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുണ്ട്. നമുക്കത് എക്സാമിന്റെ സെൻസിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇതിന്റെ കറസ്പോണ്ടിങ് ഓക്സിലറി ഇക്വേഷൻ ആണ് ഇത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ മൊഡ്യൂൾ കഴിയുന്നത് വരെ ഇത് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത, ഒരു സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ തേർഡ് ഓർഡർ അല്ലെങ്കിൽ ഫോർത്ത് ഓർഡർ ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ സെക്ഷനിലെ റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ച് ചെയ്തു. ഇതില് അതിന്റെ പോരായ്മകളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള മെത്തേഡ്. ഏത് പ്രോബ്ലം നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓക്സിലറി ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ നമ്മളിവിടെ എഴുതിയത്. ദെൻ കേസ് 1, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ എമ്മിലുള്ള. ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എം. അങ്ങനെ വരുമ്പോ ഇതിന്റെ സൊല്യൂഷൻസ്, രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവുക. അപ്പൊ 3 കേസ് ഉണ്ട് ഡിസ്ക്രിമിനന്റ് നോക്കിയിട്ട്. രണ്ട് സൊല്യൂഷനും M1 M2 ആണ് നമ്മുടെ സൊല്യൂഷൻ എങ്കിൽ M1 M2 ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ ആവാം. റിയൽ ആണ്, ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ സെറ്റ് എന്ന് പറയുന്നത് y1 is equal to e raised to m1x and y2 is equal to e raised to m2x. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒന്നാണ്. ഫണ്ടമെന്റൽ സെറ്റ് എന്ന് പറയുന്നത് ഈ y1 ഉം y2 ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണല്ലോ. ദാറ്റ് ഈസ് y is equal to c1 e raised to m1x plus c2 e raised to m2x. ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. നമുക്ക് ആവശ്യം എന്താ, ഇത്തരത്തിലൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി. ദെൻ കേസ് 1 m1 m2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 into e raised to m1x plus c2 into e raised to m2x ആണ്. ഈ y1 ഉം y2 ആണ് ഫണ്ടമെന്റൽ സെറ്റ് വരുന്നത്. ആ ഫണ്ടമെന്റൽ സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ദെൻ കേസ് 2 റിപ്പീറ്റഡ് റിയൽ റൂട്ട്സ്. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമ്മുകൾ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് m1 എന്ന് പറയുന്നത് 10, m2 എന്ന് പറയുന്നത് 10. അപ്പൊ റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്. ഒരു റൂട്ട് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റഡ് റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ സെറ്റ് എന്ന് പറയുന്നത് y1 is equal to e raised to m1x, y2 is equal to x into e raised to m1x. കാരണം m1 ഉം m2 ഉം ഈക്വൽ ആണല്ലോ. അപ്പൊ m1 നെ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി വരുന്നത് c1 e raised to m1x plus c2 x e raised to m1x. ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഓർത്തിരിക്കുക. ദെൻ കേസ് 3, നമുക്കറിയാം എമ്മിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് ചിലപ്പം കോംപ്ലക്സ് റൂട്ട്സ് വരാം. m1 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റയും m2 എന്ന് പറയുന്നത് ആൽഫ മൈനസ് ഐ ബീറ്റയും ആണെന്ന് വിചാരിക്കുക. സോ ദ ഫണ്ടമെന്റൽ സെറ്റ് ഈസ് y1 is equal to e raised to alpha x cos beta x, y2 is equal to e raised to alpha x sin beta x. ഈ രണ്ടാണ് ഇതിന്റെ ഫണ്ടമെന്റൽ സെറ്റ്. അതുകൊണ്ട് അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to c1 e raised to alpha x cos beta x plus c2 e raised to alpha x sin beta x. ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഇനി എക്സാമ്പിൾസ് നോക്കാം, വളരെ എളുപ്പമാണ്. Solve the following differential equations. First one, 2y double dash minus 5y dash minus 3y is equal to 0. The corresponding auxiliary equation is 2 അതുപോലെ വന്നു, y double dash ന് പകരം m സ്ക്വയർ ആക്കി, minus 5 അതുപോലെ വന്നു, y dash ന് പകരം m ആക്കി, minus 3 is equal to 0. So m ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. m കണ്ടുപിടിക്കുക. m is equal to minus b plus or minus root of b square minus 4ac by 2a. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 എന്നും മൈനസ് ഹാഫ് എന്നും കിട്ടും. ഇത് റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൊണ്ട് ജനറൽ സൊല്യൂഷൻ എന്താ വരാ, y is equal to c1 e raised to m1x plus c2 e raised to m2x. That is c1 e raised to 3x, m1 3 ആണല്ലോ, plus c2 e raised to m2 minus half ആണ്, minus half x.
Then y double dash, second question, y double dash minus 10y dash plus 25 is equal to 0. The characteristic equation is y double dash coefficient 1 ആണ്. So 1 m square minus 10 അതുപോലെ കൊടുത്തു, y dash ന് m കൊടുത്തു, plus 25 അതുപോലെ കൊടുത്തു, 25 is equal to 0. So m is equal to minus b plus or minus root of b square minus 4ac by 2a ചെയ്ത് വരുമ്പോൾ രണ്ടും 5 എന്ന് കിട്ടും. That is equal real roots ആണ്. അതായത് m1 is equal to 5, m2 is equal to 5. അതുകൊണ്ട് സൊല്യൂഷൻ എന്തായിരിക്കും? The general solution is y is equal to c1 e raised to m1x plus c2 x e raised to m1x. That is c1 e raised to 5x plus c2 x e raised to 5x. Third one, y double dash plus 4y dash plus 7y is equal to 0. The characteristic equation is m square plus 4m plus 7. m കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ട് കിട്ടും. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? -2 ആണ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 ആണ്. ഈ പ്ലസ് ഓർ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെറും √3. So the general solution is c1 e raised to alpha cos beta x plus c2 e raised to alpha sin beta x. That is c1 e raised to minus 2x cos x എന്ന് പറഞ്ഞ ബീറ്റ എന്ന് പറഞ്ഞ √3 ആണ്, plus c2 e raised to minus 2x sin √3x. Then example 2, solve the initial value problem for y double dash plus 4y dash plus 17y is equal to 0, y of 0 is equal to minus 1, y dash of 0 is equal to 2. അപ്പോൾ ആദ്യം ഇതിൻ്റെ എന്താ? ഓക്സിലറി ഇക്വേഷൻ ആണ്. ഓക്സിലറി ഇക്വേഷൻ ഈസ് 4m square plus 4m plus 17 is equal to 0. m is equal to നമുക്ക് ഇങ്ങനെ കിട്ടി. So m is equal to ഇങ്ങനെ കിട്ടി. ആൽഫ എന്ന് പറഞ്ഞ മൈനസ് ഹാഫ് ആണ്, ബീറ്റ എന്ന് പറഞ്ഞ 2 ആണ്. Therefore, the general solution is y is equal to e raised to alpha x into c1 cos beta x plus c2 sin beta x. That is e raised to minus half x into c1 cos 2x plus c2 sin 2x. Given y of 0 is equal to minus 1 തന്നിട്ടുണ്ട് and y dash of 0 is equal to 2. y of 0 is equal to minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ 0 കൊടുത്ത് കിട്ടുന്നതാണ് -1. So -1 is equal to e raised to minus half into 0, x ന് പകരം 0 കൊടുത്തു, into c1 cos 0 plus c2 sin 0. That is e raised to 0 into c1 cos 0 1 ആണ്, sin 0 0 ആണ്. c1 into 1 plus c2 into 0. That is c1. That is c1 is equal to -1. Then y dash of x is equal to e raised to minus x by 2 d by dx of, ഇത്രയേ ഉള്ളൂ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് x കൊണ്ട്. e raised to minus x by 2 ന്റെ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഇൻറ്റു e raised to minus x by 2 into derivative of second c1 cos 2x plus c2 sin 2x plus second into c1 cos 2x plus c2 sin 2x into derivative second d by dx of e raised to minus x by 2. That is e raised to minus x by 2. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos 2x ന്റെ minus sin 2x into 2 minus 2 into c1 into sin 2x plus ഇവിടെ 2 into c2 into cos 2x plus ഇതുപോലെ എടുത്ത് എഴുതി സെക്കൻഡ് ഫംഗ്ഷൻ c1 cos 2x plus c2 sin 2x into derivative of e raised to minus x by 2 എന്ന് പറഞ്ഞാൽ e raised to minus x by 2 into minus half. y dash of 0 is equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്നതിൽ x ന് പകരം 0 കൊടുക്കുമ്പോൾ equal to 2 കിട്ടണം. So 2 is equal to e raised to 0 into x ന് പകരം 0 കൊടുത്തു, minus 2 into 0, that is sin 0 0 ആണ്, plus 2 into c2 into cos 0 1 ആണ്, plus cos 0 1 c1 into 1 plus sin 0 0 c2 into 0 into e raised to x ന് പകരം 0 കൊടുക്കുമ്പോൾ 0 into minus half ചെയ്ത് വരുമ്പോൾ 2 is equal to 2c2 plus half. ഇവിടെ ഞാൻ സ്കാൻ ചെയ്ത് കയറ്റിയത് തെറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം വരുന്നത് ഇവിടെയാണ്. So half c2 is equal to 2c2, which implies c2 is equal to 3 by 4. Therefore y of x is equal to e raised to minus x by 2 into minus 1 cos 2x plus 3 by 4 sin 2x. Then higher order differential equations. In general, to solve the nth order differential equation n y raised to n plus n minus 1 y raised to n minus 1 plus etc. n naught into y is equal to 0, where ai I equal to 0, 1, 2, 3 etc. n are real constants, we must solve an nth degree polynomial. അതായത് ഇങ്ങനത്തെ ഒരു nth degree nth order differential equation ആണെങ്കിൽ നമ്മളൊരു nth degree polynomial എഴുതും. എങ്ങനെ? characteristic equation നമ്മൾ അവിടെ എഴുതില്ല, അതുപോലെ a raised to n അതുപോലെ കൊടുക്കണം. then y യുടെ nth ഡെറിവേറ്റീവ് പകരം m raised to n plus a raised to n minus 1 കൊടുത്തു,
വൈയുടെ n minus 1 ഡെറിവേറ്റീവിന് പകരം m dash n minus 1 plus etc. I not is equal to 0. If all the roots of the equation 2 are real and distinct, എല്ലാ റൂട്ട്സും റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ എന്ത് വരും? y is equal to c1 e raised to m1x plus ct raised to m2x plus etc. cn e raised to mnx. സാധാരണ സെക്കൻഡ് ഓർഡറിൽ വരുന്നത് പോലെ തന്നെ വരണം. It is somewhat harder to summarize the analog of case 2 and 3. എന്ന് കരുതി ഇപ്പോ കേസ് 1 വന്നത് എന്താ? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ക്യാരക്ടറിസ് ഇക്വേഷന്റെ അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഓർഡറിൽ കണ്ടതുപോലെ തന്നെ m1 m2 etc. mn ആണ് റൂട്ട്സ് എങ്കിൽ y is equal to c1 e raised to m1x plus c2 e raised to m2x plus etc. cn e raised to mnx എന്ന് കൊടുക്കാം. പക്ഷെ ഇതേ ഫോർമാറ്റില് സെക്കൻഡ് കേസും തേർഡ് കേസും എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് റൂട്ട്സും കോംപ്ലക്സ് റൂട്ട്സും നമുക്ക് പറയാൻ പറ്റില്ല. If m1 is a root of multiplicity k എന്ന് പറയുന്നതിന്റെ അർത്ഥം m1 എന്ന റൂട്ട് m1 is equal to 5 ആണെങ്കിൽ ആ റൂട്ട് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. സോ നമുക്കൊരു 10 ഓർഡർ ഉള്ള m raised to 10 ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ 10 ഓർഡർ ഉള്ള 10 ഓർഡർ വരുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു റൂട്ട് 5 ആണ്. ആ 5ന്റെ മൾട്ടിപ്ലിസിറ്റി 7 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നത് 7 പ്രാവശ്യം വരും. അപ്പൊ 7 റൂട്ടായി. ഇനി മറ്റേത് പറഞ്ഞാൽ മറ്റേ റൂട്ട്സ് വേറെ 3 റൂട്ട്സ് ആയിരിക്കും. പക്ഷെ 8, 9, 10 അല്ലെങ്കിൽ -1, 2, 3 അതൊക്കെ ആയിരിക്കും ബാക്കി 3 റൂട്ട്സ്. അപ്പൊ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നതാണ് അത്രയും പ്രാവശ്യം ആ റൂട്ട് റിപ്പീറ്റ് ചെയ്യും എന്ന്. If m1 is a root of multiplicity k of an nth degree auxiliary equation, that is k roots are equal to m1, it can be shown that the linearly independent solutions are e raised to m1x, x e raised to m1x, x square e raised to m1x, x raised to k minus 1 e raised to m1x. So k പ്രാവശ്യം അത് ഈക്വൽ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ e raised to m1x, ഇത് രണ്ടെണ്ണം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം e raised to m1x, x e raised to m1x. ഇനി k പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നെങ്കിലോ x square e raised to m1x, x raised to k minus 1 e raised to m1x. And the general solution must contain the linear combination ഇത് c1 e raised to m1x plus c2x e raised to m1x plus etc. ck x raised to k minus 1 e raised to m1x. Solve y triple dash plus 3y double dash minus 4y is equal to 0. The auxiliary equation is m cube. ഇവിടെ കണ്ടോ തേർഡ് ഓർഡർ ആണ്. തേർഡ് ഓർഡർ ആകുമ്പോൾ എന്തോ auxiliary equation എഴുതാം. ഇതുപോലെ തന്നെ y triple dash ന്റെ കോഎഫിഷ്യന്റ് 1 into m cube plus y double dash ന്റെ m square 3m square minus 4 is equal to 0. Put m is equal to 1. ഇപ്പൊ എന്ത് വരും? ഇനി ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഒരു റൂട്ട് കണ്ടുപിടിക്കണം. m is equal to 1 കൊടുത്തപ്പോൾ 1 cube plus 3 into 1 square minus 4 is equal to 1 plus 3 minus 4 is equal to 0. m equal to 1 എന്നത് റൂട്ട് ആണ്. സോ m minus 1 is a factor. m minus 1 is a factor. That is m cube plus 3m square minus 4. എനിക്ക് അതിനെന്താക്കാം? m equal to 1 ഒരു റൂട്ട് ആണ് അല്ലെങ്കിൽ m minus 1 ഫാക്ടർ ആയതുകൊണ്ട് എനിക്ക് അതിനെ ലോങ് ഡിവിഷൻ മെത്തേഡും ചെയ്യാം, ഇങ്ങനെ സിമ്പിൾ മെത്തേഡും ചെയ്യാം. സിമ്പിൾ മെത്തേഡ് ഞാൻ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞെന്നുള്ളതാണ്. ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന്റെ കോഎഫിഷ്യൻസ് y ട്രിപ്പിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1, y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 3, y ഡാഷിന്റെ ടേം ഇല്ല സോ 0. then y യുടെ കോഎഫിഷ്യന്റ് -4. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. m ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1, m സ്ക്വയറിന്റെ 3, m ന്റെ ടേം ഇല്ല 0, കോൺസ്റ്റന്റ് ടേം -1, 2. m is equal to 1 ഫാക്ടർ ആയത് 1 റൂട്ട് ആയതുകൊണ്ട് 1 എന്ന് ഇവിടെ കൊടുത്തു. then എപ്പോഴും ഈ ഫസ്റ്റ് ടേമിന് താഴെ 0 കൊടുക്കുക. ഇനി ഇവിടെ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യണത് വേണ്ട കേട്ടോ. ലോങ് ഡിവിഷൻ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്യാണ് വേണ്ടത്. 1 plus 0 1. then ഈ 1 into 3. അപ്പൊ ഈ 1 ഇവിടെ ഇട്ടു. ഈ 1 into 1 ആ 1 കൂടി ഇട്ടു. ഇതിനെ ആഡ് ചെയ്യുക. ഇത് എപ്പോഴും ആഡ് ചെയ്യുക. 1 plus 3 4 വന്നു. ഇനി ഈ 4 into ഈ 1 1 into 4 ആ 4 കൂടി ഇട്ടു. ആഡ് ചെയ്യുക. 4 ഇവിടെ വന്നു. ഇനി ഈ 4 into ഈ 1 ഈ 4ഉം ഈ 1ഉം 1 into 4 കൂടി ഇട്ടു. ആഡ് ചെയ്യുക. 0 വന്നു. 0 വന്നു കഴിഞ്ഞാൽ അർത്ഥം ഇത് കഴിഞ്ഞു എന്നാണ്, ശരിയാണെന്നാണ്. അപ്പൊ ഇവിടുന്ന് ഇതിന് എങ്ങനെയാ എഴുതുക? തേർഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത ലീനിയർ കൊണ്ട്. അപ്പൊ കിട്ടുന്ന ഉത്തരം സെക്കൻഡ് ഡിഗ്രി ആയിരിക്കണം. ഈ 1 വിട്ടു, m സ്ക്വയർ കൊടുത്തു.
പ്ലസ് 4 കൂടി ഇട്ടു എം കൊടുത്തു പ്ലസ് 4 കൂടി കൊടുത്തു കോൺസ്റ്റന്റ് ഇട്ടു. അപ്പൊ അതിന്റെ അടുത്ത് എന്താ എം ക്യൂബ് പ്ലസ് 3m സ്ക്വയർ മൈനസ് 1നെ എം മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ഇസ് ഈക്വൽ ടു 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എം സ്ക്വയർ പ്ലസ് 4m പ്ലസ് 4 കിട്ടും. ദാറ്റ് ഈസ് എം ക്യൂബ് പ്ലസ് 3m സ്ക്വയർ മൈനസ് 4 ഇസ് ഈക്വൽ ടു എം മൈനസ് 1 ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4m പ്ലസ് 4. ബൈ സോൾവിങ് ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും m is equal to minus 2 കിട്ടും. അപ്പോൾ എന്താ m1 is equal to 1 m2 is equal to minus 2 minus 2. ഇതിന്റെ അർത്ഥം എന്താ m2 equal to minus 2 എന്ന് പറഞ്ഞത് രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ m2 is equal to minus 2 എന്ന് പറഞ്ഞതിന്റെ മൾട്ടിപ്ലിസിറ്റി 2 ആണ്. സോ k is equal to 2 ആണ്. therefore ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കണം y is equal to c1 e raised to x പ്ലസ് അത് ഇതിന്റെ ഇനി മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ എന്ത് വരും ഇനിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച കാര്യം. തൊട്ട് മുമ്പ് ഒരു തിയറി പറഞ്ഞില്ലേ, ഈ കാര്യം ഉപയോഗിക്കുമ്പോൾ ഇവിടെ അവിടെ k is equal to 2 ആണ് വരാം. k is equal to 2 വരുമ്പോ ഈ രണ്ടാണ് എഴുതണ്ടേ. ഇതിന്റെ എന്ത് എഴുതി c1 e raised to 1 ന്റെ ഇനി c1 e raised to x എഴുതി പ്ലസ് ഇനി ഇതിന്റെ എഴുതുമ്പോ c2 e raised to minus 2x പ്ലസ് c3 x e raised to minus 2x ഇങ്ങനെ കിട്ടും.